നമസ്കാരം, ഞാൻ സലീഷ് CS. കഴിഞ്ഞ ദിവസം ബിസിനസ്സുകാരെ തെണ്ടികളെന്ന് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ അയാൾ നിർത്തിയിട്ടുള്ള ഒരു ആളുണ്ട്, അനിൽ ബാലചന്ദ്രൻ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കോഴിക്കോട് റോട്ടറി ക്ലബ് ബിസിനസ് കോൺക്ലേവ് എന്നുള്ളൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അനിൽ ബാലചന്ദ്രൻ്റെ ഒരു ക്ലാസ് കൂടി അതിൽ മുൻ നിശ്ചയപ്രകാരം ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനിൽ ബാലചന്ദ്രൻ ചെയ്തൊരു വലിയ തെറ്റുണ്ട്. എനിക്ക് മനസ്സിലായത് ഏകദേശം ഒരു 4 ലക്ഷം രൂപയും പ്ലസ് GST അദ്ദേഹം ഈ ഒരു പരിപാടി നടത്താനായിട്ട് സംഘാടകരിൽ നിന്ന് കൈപ്പറ്റി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഏകദേശം ഒരു 5000 അല്ലെങ്കിൽ 5000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചോളാം എന്നുള്ളൊരു എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ ഒരു പ്രോമിസ് സംഘാടകരും അനിൽ ബാലചന്ദ്രനും തമ്മിലുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സംഘാടകർക്ക് 5000 പേരെ അവിടെ എത്തിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അവസാന നിമിഷം ഈ പരിപാടി ഞാൻ നടത്തില്ല എന്ന് പറഞ്ഞ് അനിൽ ബാലചന്ദ്രൻ അതിൽ മാറി എന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു തെറ്റാണ്. അതുമല്ല, സമയത്തിൻ്റെ ഒരു വില അദ്ദേഹം ഏകദേശം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 1 മണിക്കൂറോളം വൈകിച്ചാണ് ഈ ഒരു പരിപാടി തുടങ്ങിയത്. സംഘാടകരുമായിട്ടുള്ള സംഘടനത്തെ തുടർന്ന് അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 1 മണിക്കൂറോളം വൈകിച്ചു. പിന്നീട് സംഘാടകരുടെ ഒരുപാട് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മറ്റു പലരും വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് അദ്ദേഹം സ്റ്റേജിലോട്ട് കയറിയത്. തുടർന്ന് സംഘാടകർക്കെതിരെ അദ്ദേഹം കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതേ തുടർന്നുണ്ടായിട്ടുള്ള ഒരു ക്ലാസ്സിൻ്റെ ഒരു ഭാഗം അവിടെ ബിസിനസ്സുകാരെ തെണ്ടികളെന്ന് അദ്ദേഹം വിളിച്ചു. തുടർന്ന് ഏതാനും ആളുകൾ വന്നിട്ട് പരിപാടി അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിൽ അദ്ദേഹത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയും തുടർന്ന് അദ്ദേഹം കയ്യേറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരെ എത്തി എന്നുള്ളതാണ് ഈ കണ്ട വീഡിയോകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയണം, അനിൽ ബാലചന്ദ്രൻ എഗ്രി ചെയ്തൊരു കാര്യം അവസാന നിമിഷം അദ്ദേഹം പിന്മാറിയെങ്കിൽ അതൊരു വലിയ തെറ്റാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 2 മണി തുടങ്ങിയിട്ട് 5:30 പരിപാടി അദ്ദേഹം നിർത്തിയില്ല എന്നാണ് പറയുന്നത്. അതായത് ഏകദേശം ഒരു 3.5 മണിക്കൂർ നേരത്തെ ക്ലാസ് ഉണ്ട്. ഈ 3.5 മണിക്കൂർ നേരത്തെ ക്ലാസ്സിൽ ഏതാനും മിനിറ്റുകൾ 1-2 മിനിറ്റുകളുടെ ഒരു സെൻറ്റൻസ് മാത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ബിസിനസ്സുകാരെ മുഴുവൻ തെണ്ടികളെന്ന് വിളിച്ചു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് പുറത്തു വരുന്നത്. ഈ സംഘാടകരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം ക്ലിയറായിട്ട് അനിൽ ബാലചന്ദ്രൻ എൻ്റെ ടൈമും ബിസിനസ്സുകാരെ ചീത്ത വിളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒരു അസഭ്യം പറയുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ക്ലാസ് മോശമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഏകദേശം ഒരു 3.5 മണിക്കൂറിലെ വീഡിയോ നിങ്ങളുടെ റെക്കോർഡിംഗ് ആണില്ലേ, അത് നിങ്ങൾ പുറത്തു വിടണം. യൂട്യൂബ് ചാനൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾ പുറത്തു വിടണം. അതിനുള്ളൊരു മര്യാദ നിങ്ങൾ കാണിക്കണം. അല്ലാതെ ഒരു ചെറിയൊരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് പുറത്തു വിട്ടാൽ എനിക്ക് വരുന്നൊരു സംശയം ഞാനിപ്പോൾ നിങ്ങളോട് പറയാണ്, ഞാൻ സംഘാടകരോട് വ്യക്തമായിട്ട് പറയാണ്, നിങ്ങളുടെ സ്പോൺസേഡ് പരിപാടിയായിരുന്നു ഈ ഒരു പ്രോഗ്രാമായിരുന്നു. നിങ്ങൾ അല്ലെങ്കിൽ മനഃപൂർവ്വം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ട് അനിൽ ബാലചന്ദ്രൻ്റെ ഈ പരിപാടി നിങ്ങളുമായിട്ടുള്ള ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു പ്രശ്നം ഉണ്ടായി എന്നുള്ളത് പറയുന്നത്, അതിൻ്റെ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം ഈ പരിപാടി അലങ്കോലപ്പെടുത്തിയാണ് എന്ന് ഞാൻ പറയണം. അത് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ 3.5 മണിക്കൂർ വീഡിയോ ഇല്ലേ, അത് ഏതെങ്കിലും ഒരു യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ നിങ്ങൾ പുറത്തു വിടും. ഞങ്ങളത് മുഴുവൻ കാണട്ടെ. അതിനുശേഷം ഞങ്ങൾ തീരുമാനിക്കുക അനിൽ ബാലചന്ദ്രൻ എൻ്റെ ടൈം അല്ലെങ്കിൽ ബിസിനസ്സുകാരെ മുഴുവൻ ചീത്ത വിളിക്കുകയായിരുന്നു അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനുള്ള ഇൻ ബിറ്റ്വീൻ ഉള്ളൊരു കൺവേർസേഷൻ മാത്രം എടുത്തു വെക്കുകയും അത് വെച്ചിട്ട് നിങ്ങളുടെ ആളുകളെ ഇറക്കിയിട്ട് ആ പരിപാടി അലങ്കോലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. അതിന് അറിയാനുള്ളൊരു ബാധ്യത ഞങ്ങൾക്കുണ്ട്. പിന്നെ ബിസിനസ്സുകാരെ തെണ്ടികളെന്ന് വിളിച്ചു മീൻസ് ഞാനൊരു കാര്യം പറയട്ടെ, അത് ഈ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആൾ ഒരു മെൻറ്ററാണ്. മെൻറ്ററെ സംബന്ധിച്ചിട്ട് ഈ ബിസിനസ്സുകാരുടെ ഭാഷ അതൊരു പക്ഷേ സാധാരണക്കാരിക്കാണ് അത്രയും മനസ്സിലായിക്കൊള്ളുന്നില്ല. നമ്മളൊരു സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിന് നമ്മളുടെ എല്ലാവിധ പ്രതീക്ഷകളും നമ്മളുടെ ഉള്ള സമ്പാദ്യങ്ങളും ഒരുപക്ഷെ കടം മേടിച്ച പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു പ്രസ്ഥാനമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമ്മളുടെ ശ്രദ്ധ 100% അവിടെ കൊടുക്കേണ്ടുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ആവശ്യകത അതിനുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ബിസിനസ്സിലോട്ട് ഒരു പക്ഷേ വേണ്ടുന്ന ശ്രദ്ധ ചെലുത്താതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ നമ്മളുടെ ഒരു അമ്മയോ അല്ലെങ്കിൽ പെങ്ങളോ ഭാര്യയാണെങ്കിൽ നമ്മളോട് മര്യാദയ്ക്ക് മോനെ അത് നോക്കണോട്ടോ അല്ലെങ്കിൽ ചേട്ടാ അത് നോക്കണോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ ഇതിൽ കൂടി കയറി കളഞ്ഞു. പക്ഷെ ഒരു മെൻറ്ററുടെ അദ്ദേഹം പൈസ മെൻറ്റർഷിപ്പ് എനിക്ക് തോന്നുന്നത് കിങ്സ് ക്ലബ്ബ് ഏകദേശം ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപയോളം പേയ്മെൻറ്റ് മേടിച്ചിട്ടാണ് അദ്ദേഹം ക്ലാസ് നടത്തുന്നത്. അതേപോലെ അദ്ദേഹം ഓരോ ക്ലാസ്സുകളും 10,000 20,000 1 ഡേ ക്ലാസ് 10,000 20,000 30,000 രൂപ മേടിച്ചിട്ട് അദ്ദേഹം നടന്നത്. ഇവിടെ നടത്തുമ്പോൾ പൈസ മേടിച്ചു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ബിസിനസ്സുകാരെ നമ്മുടെ മുന്നിലിരിക്കുന്ന ബിസിനസ്സുകാരെ സുഖിപ്പിച്ച് വിടണം എന്നുള്ളൊരു രീതിയല്ല മുന്നോട്ട് വരേണ്ടത്. ഒരു മെൻറ്ററെ സംബന്ധിച്ചിട്ട് തൻ്റെ ക്ലയൻറ്റ് അദ്ദേഹം ബിസിനസ് നടത്തുന്ന രീതി അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി ഇത് നാശത്തിലേക്കുള്ള വഴിയാണെന്നും ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നശിച്ചു പോകുമെന്നും ഇതൊരു ടഫായിട്ടുള്ള ലാംഗ്വേജിൽ തന്നെ പറയേണ്ടി വരും.
ഒരുപക്ഷെ സാധാരണക്കാർക്ക് ദഹിച്ചില്ല എന്ന് വരും. പക്ഷെ ബിസിനസ് എന്ന് പറയുന്നത് ഇപ്പോൾ പല സാഹചര്യത്തിൽ അനിൽ ബാലചന്ദ്രൻ പറയുന്ന ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെയും സഹായിക്കാൻ ക്വാളിഫൈഡ് ആയിട്ടില്ല. അത് ആദ്യം നിങ്ങൾ സ്വയം രക്ഷപ്പെടുക, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പുള്ളി പറയും. അപ്പോൾ സാധാരണക്കാരായ നമ്മൾക്കത് ദഹിക്കണം എന്നില്ല. പക്ഷെ അദ്ദേഹം പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട്. ഒരു ബിസിനസ് തുടങ്ങുക, അതിൽ നിന്ന് വ്യക്തമായ പ്രോഫിറ്റ് വരിക, അതിൻ്റെ സ്കെയിലബിലിറ്റിയിലോട്ട് അത് പോവുക, ഇത്തരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട്. പക്ഷെ അതിന് മുന്നേ ഇരിക്കണതിന് മുന്നേ കാല് തീട്ടി കഴിഞ്ഞാലുള്ളൊരവസ്ഥ എന്ത് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ബിസിനസ്സുകാരെ തെണ്ടികളെന്ന് വിളിച്ചു എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളുടെ എല്ലാവരുടെയും നമുക്കൊരു വിഷമമായിട്ട് വന്നത്. ശരിയാണ്, ആ ഒരു കാര്യം തെറ്റാണ്, അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയുന്നതിന് മുന്നായിട്ട് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. നമ്മളുടെ മുന്നിൽ ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള ബിസിനസ്സുകാരുണ്ടായിരുന്നു. അറ്റ്ലസ് രാമേന്ദ്രൻ, അദ്ദേഹം അവസാന കാലഘട്ടം എങ്ങനെയായിരുന്നു? ഇതിപ്പോൾ ആരോ പറഞ്ഞു എംപ്ലോയീസിനെ കുറ്റം പറയുന്നു. അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസ് അദ്ദേഹത്തിനെ ചതിച്ചു. അദ്ദേഹത്തിന് ഏകദേശം 50ഓളം ഷോപ്പുകളുണ്ടായിരുന്നു ജയിലിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ. പക്ഷേ ജയിലിൽ പോയതിന് ശേഷം ഈ 50ഓളം ഷോപ്പുകളൊക്കെ സ്വർണ്ണക്കടയായിരുന്നു. ഈ ജയിലിൽ പോയതിന് ശേഷം 50ഓളം സ്വർണ്ണക്കടയിലുണ്ടായ ഗോൾഡുകൾ എവിടെ പോയി? അപ്പോൾ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിൻ്റെ കയ്യിലായിരിക്കും സ്വാഭാവികമായിട്ട് താക്കോല്. ആ താക്കോല് വെച്ചിട്ട് അല്ല ഒരു കടയും UAE-യിലും അല്ലെങ്കിൽ ദുബായിലൊക്കെ ഒരു കടയും കുത്തിത്തോന്നായിട്ട് റിപ്പോർട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ 50ഓളം ഷോപ്പുകളിൽ കണ്ടിരുന്ന കിലോഗ്രാം കണക്കിന് അല്ലെങ്കിൽ കോടാനുകോടി രൂപ വില മതിക്കുന്ന സ്വർണം എവിടെ പോയി? അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസ്, നമ്മൾക്ക് സ്വാഭാവികമായിട്ട് സംശയിക്കാം അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസ് തന്നെ കൊണ്ടുപോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിനെ ശ്രദ്ധിക്കേണ്ടിയിരുന്നില്ലേ? ഈ പറയുന്ന തെണ്ടി എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് അദ്ദേഹം പോയില്ലേ? നമുക്ക് ഭയങ്കര വിഷമമുണ്ട് ആ കാര്യം പറയുമ്പോൾ. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണകാല സമയത്ത് അദ്ദേഹം ഏതായിരുന്നു സ്റ്റേജ്? അദ്ദേഹത്തിന് UAE നാട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അനിൽ അംബാനി, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയൊരു കോടീശ്വരനായിരുന്നു അനിൽ അംബാനി. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ സ്റ്റേജും ഈ തെണ്ടി എന്ന് പറയുന്ന സ്റ്റേജിൽ നിന്ന് ഒട്ടും പിന്നിലോട്ടല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊടുത്തൊരു അഫിഡവിറ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ജീവനോപാധികൾ അല്ലെങ്കിൽ ജീവിത ചെലവുകൾക്ക് വേണ്ടുന്ന പൈസ പോലും അമ്മയുടെ ആയിരുന്നു കടം മേടിക്കണമെന്ന്. ഇതാരാണ് പറയണതെന്ന് ആലോചിക്കണം. ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിട്ടുള്ള തൻ്റെ സഹോദരൻ മുകേഷ്, അദ്ദേഹത്തിൻ്റെ അനിയൻ അല്ലെങ്കിൽ അച്ഛൻ ധീരുഭായ് അംബാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മകൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ എത്ര വലിയ ആളാണെങ്കിലും ബിസിനസ് വേണ്ട രൂപത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹം തെണ്ടും, അല്ലെങ്കിൽ തെണ്ടിയിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ജീവിക്കുന്ന എക്സാമ്പിളാണ് ഇവരൊക്കെ. അപ്പോൾ ഒരു മെൻറ്റർ അദ്ദേഹം മേടിച്ച പൈസയ്ക്ക് വ്യക്തമായിട്ടുള്ള ജോലി എടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് വ്യക്തമായ ഭാഷയിൽ അടിച്ചേൽപ്പിക്കുന്ന, നീ ചെയ്യുന്നത് തെറ്റാണ്. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ചില പദപ്രയോഗങ്ങളും കടന്നു വരാം. പക്ഷെ അതിനെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അദ്ദേഹം ബിസിനസ്സുകാരൻ മുഴുവൻ ഇങ്ങനെ ചീത്ത വിളിച്ചതെന്ന് പറയുന്നത് ശരിയല്ല. ഒരുപക്ഷെ ബിസിനസ്സുകാരോട് ഇങ്ങനത്തെ ടഫ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നത് അദ്ദേഹം അവരുടെ ബിസിനസ് നന്നാവാൻ വേണ്ടിയായിരിക്കും. അദ്ദേഹം അവരുടെ ബിസിനസ് നന്നാക്കാൻ വേണ്ടിയുള്ള മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ് അനിൽ ബാലചന്ദ്രൻ എടുത്തിട്ടുള്ളത്. അതിന് 100% സിൻസിയറാണ് അനിൽ ബാലചന്ദ്രൻ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ എൻ്റെ അനുഭവം അതാണ്. ഈ അനിൽ ബാലചന്ദ്രൻ നടത്തുന്ന കിങ്സ് ക്ലബ്ബ് എന്നുള്ള ഒരു ക്ലാസ് ഏകദേശം 1 ലക്ഷം 2 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അതിൽ നിന്ന് വളരെയധികം ഗുണമുണ്ടായിട്ടുള്ള ഒരുപാട് പേരെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ അനിൽ ബാലചന്ദ്രൻ തെറ്റ് ചെയ്തു എന്ന് പറയാനും മാത്രം നിങ്ങൾ സ്ഥാപിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ മുഴുവൻ പുറത്തുവിടുക. എന്നിട്ട് ആ 3 മണിക്കൂറുള്ള വീഡിയോ മുഴുവൻ അനിൽ ബാലചന്ദ്രൻ ഈ ബിസിനസ്സുകാരൻ മുഴുവൻ ചീത്ത പറയുകയായിരുന്നു നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയുമെങ്കിൽ ഓക്കെ, ഞാൻ നിങ്ങളോട് എഗ്രി ചെയ്യാം. അല്ലാതെ എനിക്ക് നിങ്ങളോട് എഗ്രി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. അതേപോലെ ഞാൻ അനിൽ ബാലചന്ദ്രനോട് പറയുന്നത്, എനിക്ക് മനസ്സിലായിട്ടുള്ള എല്ലാ വീഡിയോകളുടെ എല്ലാ ക്ലാസ്സുകളുടെയും വീഡിയോ അദ്ദേഹം സൂക്ഷിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഈ വീഡിയോ പുറത്തുവിടാനുള്ള ഒരു സന്മനസ് കാണിക്കണം. താങ്കൾ അതായത് ഇന്നിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് ഈ മോട്ടിവേറ്റേഴ്സിൻ്റെ കൂടുതൽ കേരളത്തിലുള്ള മോട്ടിവേറ്റേഴ്സിൻ്റെ ആ ലെവലിൽ താങ്കൾ ഏറ്റവും മുകളിലത്തെ നിലയിൽ തന്നെ ആയിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഒരു ദിവസം കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ പേര് വന്നിട്ട് താങ്കളിങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചിട്ട് കയറുന്നത്. അപ്പോൾ ഇതിന് ഒരു മറുപടി കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത, താങ്കളിങ്ങനെ എൻ്റെ ടൈമും അല്ലെങ്കിൽ താങ്കളുടെ ഇൻറ്റൻഷൻ അവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെ മുഴുവൻ ചീത്ത വിളിക്കലായിരുന്നു അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു വ്യക്തത വരുത്തേണ്ടുന്ന ഒരു ബാധ്യത താങ്കൾക്കുണ്ട്. അപ്പോൾ താങ്കൾ ഉടൻ തന്നെ ആ ഒരു വീഡിയോയുടെ മുഴുവൻ ഭാഗം ഉണ്ടെങ്കിൽ താങ്കളുടെ യൂട്യൂബ് ചാനലിൽ ഇത് ഇടണം. അത് മറ്റുള്ളവർ കാണാനുള്ള ഫ്രീ ആക്സസ് കൊടുക്കണം. ഇത്തരം കാര്യങ്ങൾ ഞാൻ താങ്കളോട് അപേക്ഷിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് നിർത്താം. ഈ ബിസിനസ്സുകാരോട് സംസാരിക്കേണ്ടുന്ന ഭാഷ അത് ഒരു പരിധി വരെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഡൈജസ്റ്റ് ആവുന്ന ഒരു ഭാഷയല്ല. അവരോട് ഇത്തിരി ടഫ് ലാംഗ്വേജിൽ തന്നെ പറയണം.
അനിൽ ബാലേന്ദ്രൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസറാണ്. അദ്ദേഹത്തിൻ്റെ മെയിൻ മേഖല രാഷ്ട്രീയമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ മേഖല എന്ന് പറയുന്നത് മെൻറ്റർഷിപ്പാണ്. അതും ബിസിനസ്സുകാർക്കുള്ള മെൻറ്റർഷിപ്പാണ്. അപ്പോൾ അവരോട് കുറച്ച് ടഫ് ലാംഗ്വേജിൽ സംസാരിച്ചേ പറ്റൂ. എങ്കിൽ മാത്രമേ അവരുടെ ആ ഒരു ഹൃദയത്തിലോട്ട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഒരു മകൻ്റെ പോലെ അല്ലെങ്കിൽ ഒരു മകളുടെ പോലെ നോക്കേണ്ടുന്ന ഒരു സ്ഥാപനത്തിനോട് നിങ്ങൾ വേണ്ടുന്ന രൂപത്തിൽ ആത്മാർത്ഥതയോടെ പെരുമാറുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരു അമ്മ അല്ലെങ്കിൽ ഒരു സഹോദരൻ ഉപദേശിക്കുന്ന പോലെ ഉപദേശിച്ചാൽ പോരാ. ഒരു മെൻ്റൽ കടുത്ത ഭാഷകൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അനിൽ ബാലേന്ദ്രൻ ചെയ്ത വേറൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുമ്പോൾ അത് എവിടെ പ്രസൻറ്റ് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ നിഷ് മാർക്കറ്റ് എന്നൊരു മേഖലയുണ്ട്. ഇത് അദ്ദേഹം ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രം നടത്തേണ്ടുന്ന ഒരു ക്ലാസ് ആണ്. പക്ഷേ ഇത് റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്നത് 100% ബിസിനസ്സുകാർ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമൂഹത്തിൽ മുൻനിര ഒരു പ്രീമിയം ലെവൽ ജീവിക്കുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അതേപോലെ ഹൈലി പെയ്ഡ് എംപ്ലോയീസ്, പൊളിറ്റീഷ്യൻസ്, ഇവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് ഈ റോട്ടറി ക്ലബ്ബ് എന്ന് പറയുന്നത്. അവർ സംഘടിപ്പിച്ച പരിപാടിയാകുമ്പോൾ അതിലും വന്നിരിക്കുന്ന ആളുകൾ ഈ സമൂഹത്തിൽ വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ആളുകളാണെങ്കിലും അതിൽ കൂടുതൽ ആളുകളും ഒരുപക്ഷെ ബിസിനസ്സുകാരല്ലായിരുന്നായിരിക്കണം. അപ്പോൾ അവർക്ക് ഇതത്ര ദഹിച്ചെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ വേറൊരു തെറ്റ് ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം നടത്തേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാം എഗ്രി ചെയ്യുമ്പോൾ ഇങ്ങനത്തെ പ്രോഗ്രാമുകളാണെങ്കിൽ അത് ബിസിനസ്സുകാർക്ക് വേണ്ടുന്ന പ്രോഗ്രാമാണെങ്കിൽ അത് ബിസിനസ്സുകാർ മാത്രമുള്ള സദസ്സുകളിൽ അവതരിപ്പിക്കുക. നിങ്ങളുടെ ഒരുപാട് പ്രോഗ്രാംസ്, ഒരുപാട് മീറ്റിങ്ങുകൾ, നിങ്ങൾ തന്നെ പെയ്ഡ് പ്രോഗ്രാംസ് നടത്താറുണ്ട്. ഓക്കെ, അതെല്ലാം വൻ സക്സസ് ആയിരുന്നുള്ളത് നമ്മൾക്കറിയാം. അപ്പോൾ അത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ നടത്തുക. അല്ലാതെ ഒരു പൊതുജന സമൂഹം ഇരിക്കുന്ന സദസ്സിൽ ചെന്നിട്ട് ഇത്തരം ഭാഷകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അതെല്ലാവർക്കും ദഹിക്കണമെന്നില്ല. അപ്പോൾ ഇത്തരം കാര്യം ഞാൻ അനിൽ ബാലേന്ദ്രൻ്റെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം അനിൽ ബാലേന്ദ്രൻ്റെ വെള്ളപൂശാനല്ല, അല്ലെങ്കിൽ സംഘാടകരെ ചെയ്ത് ചീത്ത പറയാനല്ല. പക്ഷേ ഒരു ബിസിനസ്സുകാരോട് പറയേണ്ടുന്ന ഭാഷയ്ക്ക് ചില ടഫ് ലാംഗ്വേജസ് ഉപയോഗിക്കേണ്ടി വരും. അത് സാധാരണക്കാരായ നമ്മൾക്ക് ദഹിച്ചെന്ന് വരില്ല. പക്ഷെ അതൊരു ബിസിനസ്സിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ഒരു 4th സ്റ്റേജ് എന്നൊക്കെ പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ യൂസഫ് അലിയും ചിറ്റിലപ്പള്ളി കൊച്ചൂസഫൊക്കെ നടക്കുന്ന ആ സ്റ്റേജ് എത്തുന്നത് വരെ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റുകൾക്ക് ഇവർക്ക് വെച്ചേ പറ്റൂ. സ്വന്തം ബിസിനസ് മാത്രം ഒരു ലോകമെന്ന് കണ്ടേ പറ്റൂ. അതാണ് യാഥാർത്ഥ്യം. അത് നമ്മൾക്കൊന്നും മനസ്സിലാവില്ല ആ ഭാഷ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധയിൽ ഞാൻ പെടുത്തുകയാണ്. അപ്പോൾ അനിൽ ബാലേന്ദ്രൻ അദ്ദേഹത്തിന് സ്വയം പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദയവായിട്ട് ആ വീഡിയോ പുറത്തുവിടുക. അതേപോലെ തന്നെ ഈ വീഡിയോ പുറത്തുവിടുക, വീഡിയോയുടെ 3.5 മണിക്കൂർ ദൈർഘ്യമുള്ള ആ വീഡിയോ നിങ്ങളുടെ റെക്കോർഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തുവിടുക. അതേപോലെ സംഘാടകരോട് നിങ്ങളെ കൊണ്ടാവുന്ന രൂപത്തിൽ അനിൽ ബാലേന്ദ്രനെ തറടിച്ച് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതില്ല എന്ന് പറയണ്ട. നിങ്ങളുടെയൊക്കെ നല്ല രൂപത്തിലുള്ള ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ന്യൂസ് ഉടൻ തന്നെ റിപ്പോർട്ടർ ചാനൽ വരിക. അതേപോലെ ഇന്ന് മലയാള മനോരമയും മാതൃഭൂമിയും കൈരളി ചാനൽ ഉൾപ്പെടെയുള്ള എല്ലാ ചാനലുകളും ഇത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വലിയൊരു ഇൻഫ്ലുവൻസ് അതിൻ്റെ അകത്തുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ മനഃപൂർവ്വം ആ ഒരു പരിപാടി അലങ്കോലപ്പെടുത്തിയതല്ല എന്ന് സമൂഹത്തിനോട് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3-3:30, അതായത് 2 മണിക്ക് തുടങ്ങിയ പരിപാടി 5:30 നിർത്തിയില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ 2 മണി തുടങ്ങി 5:30 വരെയുള്ള 3.5 മണിക്കൂർ നേരത്തെ വീഡിയോ നിങ്ങൾ പുറത്തു വിടണം. അതേപോലെ ഇന്നൊരു യൂട്യൂബ് ചാനലുകാരൻ ഞാൻ ഇരുന്ന് കണ്ടു, അദ്ദേഹത്തിൻ്റെ അനിൽ ബാലേന്ദ്രൻ നായർ. ഞാൻ അനിൽ ബാലേന്ദ്രൻ്റെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതേവരെ ഒരു ജാതീയമായിട്ടുള്ളൊരു പ്രയോഗം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും, പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ളൊരു പ്രയോഗമോ അദ്ദേഹം നടത്തി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇന്ന് ആ ഒരു യൂട്യൂബ് ചാനലുകാരൻ ഇവിടെ വന്നിരുന്ന അനിൽ ബാലേന്ദ്രൻ നായർ. ഈ അനിൽ ബാലേന്ദ്രൻ്റെ ക്ലാസ്സിൽ ഞാൻ പച്ചയായിട്ട് പോയി ഞാൻ ഏകദേശം ഒരു വർഷത്തോളം ഞാൻ ഇരുന്ന ആളാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിൻ്റെ അനിൽ ബാലേന്ദ്രൻ എന്നുള്ളൊരു പേരുകൊണ്ട് അദ്ദേഹം ഹിന്ദു ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഒരു നായരാണെന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജാതി ഏതാണെന്നുള്ളൊരു എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതി പോലും വേർതിരിച്ചുകൊണ്ട് പറയുന്ന ഒരു രീതി, അതൊക്കെ മോശമാണ്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബേഴ്സിന് കൂട്ടാനാണ് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ, പക്ഷേ സമൂഹത്തിനോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. നിങ്ങൾ ഇത് വലിയ നല്ല കാര്യമൊന്നും അനിൽ ബാലേന്ദ്രൻ നായർ എന്നൊക്കെ വിളിച്ച് അദ്ദേഹത്തെ ചീത്ത പറയുന്നത്. അദ്ദേഹം എനിക്ക് മനസ്സിലായിടത്തോളം അനിൽ ബാലേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം യൂട്യൂബ് വരുമാനം ഏതൊരു എത്തീംഖാന, ഒരു മുസ്ലിം കായംകുളത്തുള്ള മുസ്ലിം പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എത്തീംഖാനയ്ക്ക് അവരുടെ അക്കൗണ്ടിലോട്ടാണ് പോകുന്നത്. ഇത് അനിൽ ബാലേന്ദ്രൻ നിങ്ങളോട് വെളിപ്പെടുത്തുകയല്ല, എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ വെളിപ്പെടുത്തിയാണ്. അപ്പോൾ അങ്ങനെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ജാതീയമായിട്ടുള്ള ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഒരു ചിന്താഗതി അല്ലെങ്കിൽ അത്തരത്തിലുള്ള യാതൊരുവിധ ഇൻഫോർമേഷൻസും സമൂഹത്തിലോട്ട് പാസ് ചെയ്യാത്ത ഒരാളാണ് അനിൽ ബാലേന്ദ്രൻ.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് പേരിൻ്റെ അറ്റത്ത് ഒരു ജാതി കൂടി ചേർത്ത് വെച്ചിട്ട് പറയണതൊക്കെ ശരിയല്ല. ഞാൻ അനിൽ ബാലേന്ദ്രൻ ചെയ്ത ഇങ്ങനെ ചീത്ത വിളിച്ചു അല്ലെങ്കിൽ ഈ സംഘാടകരോട് ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയണ് വെറുതെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് സമൂഹത്തിൽ ജാതീയമായിട്ട് വേർതിരിക്കരുത്, അതൊക്കെ തെറ്റാണ്. പിന്നെ സാധാരണക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ്സുകാരോട് പറയേണ്ടുന്ന ചില ഭാഷ അത് ഇത്തിരി ടഫ് ലാംഗ്വേജ് ആയിരിക്കും, അത് നമ്മൾക്ക് ദഹിക്കണം എന്നില്ല. പക്ഷെ ആ ഒരു രീതിയിൽ പറഞ്ഞാൽ മാത്രമേ അവരിലോട്ട് അത് കയറുള്ളൂ. ഒരു ബിസിനസ് എന്ന് പറയുന്നത് എല്ലാവരും സ്വപ്നമാണ്. പൈസ മാത്രമല്ല, സ്വന്തം ലൈഫും ജീവിതവും സ്വപ്നങ്ങളും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഒരു ബിസിനസ് എന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ വളർച്ചയ്ക്ക് കുറച്ച് ടഫ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചേ പറ്റൂ ഒരു മെൻറ്റർ എന്ന നിലയ്ക്ക്. അത് മാത്രമേ അനിൽ ബാലേന്ദ്രൻ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്തായാലും വീഡിയോ മുഴുവൻ പുറത്തു വിട്ട് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവും. അപ്പോൾ ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.